ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നോവയൊക്കെ എടുത്ത് ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ വേറെ എവിടെയല്ലാതെ ഈ കാണുന്നൊരു പെട്രോൾ പമ്പിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു സംഭവത്തിനാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബസ് അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പറയാതിരുന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇന്നോവ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാബുവണ്ണം വന്ന് നമ്മുടെ ഇന്നോവ എടുത്തുകൊണ്ട് വയ്ക്കുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഒരു ചെയ്സൊക്കെ എടുത്ത് പ്രകാശിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയൊക്കെ കെട്ടി ഇന്ന് കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങോട്ട് വണ്ടി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പാണ് നമ്മൾ ലൊക്കേഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം അവനെ കൊണ്ടുപോയി കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതെ, നമ്മുടെ ഇന്നോവ നമ്മുടെ ബാബുവണ്ണൻ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ബാബുവണ്ണൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, വയ്ക്കോ ഓക്കെ അപ്പോൾ ബസ് ഇവരിങ്ങോട്ട് കൊണ്ട് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ അടുത്തെന്നാണ് പറഞ്ഞത്, ഇതുവരെയും കാണുന്നില്ല. ഓക്കെ, നമ്മൾ സർപ്രൈസാണ്. അതിൻ്റെ ബോഡി കോഡും കാര്യങ്ങളൊക്കെ അത് നമ്മൾ പറയാം, കണ്ടറിയാം ഗൈസ്. അപ്പോൾ വരും വണ്ടി. ഓക്കെ, ദേ വരുന്നു നമ്മുടെ വണ്ടി ഗൈസ്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെഡോണാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു BS6 സെഡോണും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതേ അപ്പോൾ നമ്മളൊരു സെഡോണൊക്കെ BS6 സെഡോണൊക്കെ അങ്ങ് പണിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ പ്രകാശിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് നമുക്കിപ്പം. ഓക്കെ, ഇനി നമ്മളാണ് ഇവൻ്റെ ഓണർ. അപ്പോൾ ഗൈസ് ഇതേ ഇവൻ്റെ ഇനിയിപ്പോൾ നോക്കി ഇവനെ കൊണ്ട് കുറേ പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മളൊരു ഗ്രാഫിക്സ് അടിക്കാൻ വേണ്ടിയാണ് ഒരു BS6 വണ്ടി അങ്ങ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവനെ കൊണ്ടായിരിക്കും കറക്കവും കാര്യങ്ങളൊക്കെ വൈകുന്നേരം വരെ. അപ്പോൾ ഇവനെ കൊണ്ടുപോയി കൂളിംഗ് ഒട്ടിക്കണം, അത് കഴിഞ്ഞ് ലിപ്പ് വെക്കാൻ പോകണം. ഓക്കെ, അങ്ങനെ കുറച്ച് പരിപാടി. ഇപ്പോൾ ഈ ക്യാബിനൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഈ ക്യാബിനൊക്കെ ഫുള്ള് നമ്മൾ മാറ്റും. നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അകത്തെ ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ അകം കണ്ടോ, നമ്മുടെ ഇൻറ്റീരിയർ, നമ്മുടെ ക്യാബിൻ ഒക്കെ കണ്ടില്ലേ, ഇത് സാധാ ഒരു ഇതുപോലെ. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി നല്ല അടിപൊളി സംഭവങ്ങളാക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ. ഓക്കെ, ഇനി സൗണ്ടിൻ്റെ കാര്യങ്ങൾ കുറേ കിടക്കുന്നു. അതുപോലെ നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇപ്പം നമ്മൾ അതിനാണ് ഇന്ന് പോകുന്നത്. പിന്നെ ഗ്രാഫിക്സൊക്കെ പിന്നെ നമ്മൾ അടിക്കും. ഇപ്പോൾ നമ്മൾ സൗണ്ട് വർക്കൊക്കെ സെറ്റാക്കണം, സൗണ്ട് വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്യാങ്ങിലൊരു പുതിയ അതിഥി കൂടെ വന്നു ഗൈസ്, പുതിയൊരു സെഡോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്കിവനെ ഫുള്ള് കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കി ഇന്ന് എടുക്കണം. പിന്നെ ഫുള്ള് സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം, JBL ഒക്കെ കയറ്റണം. ഓക്കെ, JBL ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഗ്രാഫിക്സ് അടിക്കാം. പക്ഷേ ഇന്ന് നമ്മളത് ഗ്രാഫിക്സ് അടിക്കുന്നത് ഇന്ന് കാണിക്കുന്നില്ല, കാരണം കൂളിംഗ് ഒക്കെ അടിച്ച് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കൊരു നല്ല ടൈം ആകും ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ല ടൈം ആകും, അതാണ് നമ്മൾ ഇന്ന് ഗ്രാഫിക്സ് അടിക്കാത്തത്. പിന്നെ ഒരു ദിവസം ചെന്ന് അടിക്കാം, നമുക്ക് നാളെയോ മറ്റന്നാളോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം അടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ ഇവിടെ നിന്ന് അങ്ങ് എടുത്തേക്കാം. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് എടുത്തേക്കാം. പിന്നെ നമ്മൾ പോകുന്നത് നേരെ നമ്മൾ കൂളിംഗ് അടിക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മുടെ വണ്ടി ഇറക്കുവാണ്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ BS6 വണ്ടിയുമായിട്ട്. ഓക്കെ, അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ്, സിഗ്നലൊക്കെ കത്തി കിടക്കുവാണ്, ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിതേ കൂളിംഗ് അടിക്കേണ്ട കടയൊക്കെ അടുത്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇന്നോവക്കാരൻ എന്തോ കാണിക്കുമോ. ഓക്കെ, അപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോകുന്നിടത്താണ് നമ്മുടെ കൂളിംഗ് ഒട്ടിക്കുന്ന കടയും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന്
കൂളിംഗ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഓക്കെ അവിടെ ഒരു സ്കൂട്ടർ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ കൂളിംഗ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ലിപ്പ് വെക്കണം. ലിപ്പ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശിൽ നിന്ന് തന്നെ. അപ്പം അതിനി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല സീനാവും. അതാണ്. ഓക്കെ ഇത് സൈഡിലെന്തോ ഒരു വെള്ളത്തിൻ്റെ സംഭവം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൂളിംഗ് ഒട്ടിക്കുന്ന കട. ഓക്കെ അങ്ങോട്ട് വണ്ടി കയറ്റാമെന്ന് അറിയത്തില്ല. അത് ഈ ഒരു കടയടിപ്പുറത്തായിട്ട് കാണുന്നതാണ്. ഓക്കെ അങ്ങോട്ട് വണ്ടി കയറ്റി നോക്കാം. ഓക്കെ കയറട്ടെ. നമുക്ക് ഇങ്ങനെ റിവേഴ്സിലേക്ക് ഇറക്കിയിടാം. അതാകുമ്പം എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ 2 BS6 വണ്ടി ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അസ്ത്രയും പിന്നെ നമ്മുടെ സെഡോണും. ഓക്കെ മുട്ടല്ലേ. ഓക്കെ ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ ഗൈസ് ഇപ്പം നമ്മൾ വണ്ടിയുടെ കോലം ഒന്ന് നോക്കി. ഗ്ലാസ്സൊക്കെ ഫുള്ള് അകത്തോട്ടൊക്കെ വെയിലടിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെന്ന് നമുക്ക് കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടിങ്ങി വരാം. ഓക്കെ അപ്പോൾ സൈഡ് വിൻഡോസൊക്കെ കണ്ടില്ലേ, നല്ല പ്ലെയിനായിട്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കൂളിംഗ് ഒട്ടിച്ചിട്ട് കാണാം. ഫ്രണ്ടിൽ കുറച്ച് കൂളിംഗ് അടിക്കുന്നുള്ളൂ. ഓക്കെ ഗൈസ് അപ്പം കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റായി നിൽക്കുവാണ്. ഓക്കെ ഇതാണ് ഫ്രണ്ടിൽ കുറച്ചേ ഒട്ടിച്ചിട്ടുള്ളൂ. കാരണം നമുക്കധികം വെളിയിലോട്ട് നോക്കുമ്പോൾ കാണാനുള്ള. അപ്പോൾ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ കൂളിംഗ് അടിച്ചിട്ടുണ്ട്. ഓക്കെ കണ്ടില്ലേ. ബാക്ക് നമ്മൾ പിന്നെ കൂളിംഗ് ഒന്നും അടിച്ചിട്ടില്ല. കാരണം അവിടെ നമുക്കൊരു കർട്ടൻ ഇടാം. കർട്ടൻ ഉണ്ട് ഓൾറെഡി. ഓക്കെ കണ്ടില്ല, നമ്മൾ ഫുള്ള് കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി നമുക്ക് അകത്തെ പരിപാടികളെല്ലാം ചെയ്യും. നമ്മുടെ ക്യാബിൻ ഫുള്ള് മാറ്റണം. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻറ്റീരിയർ ഫുള്ള് JBL ഒക്കെ കയറ്റണം. ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും പോയേക്കാം. കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും. കണ്ടില്ല, ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. ഓക്കെ എന്തായാലും ഇവിടുന്ന് വണ്ടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ ഇപ്പോൾ റോഡിൽ വണ്ടിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഇല്ല. ഓക്കെ നമുക്ക് മെല്ലെ അങ്ങ് ഇറക്കിയേക്കാം. ഓക്കെ അപ്പോൾ നമ്മളിത് നേരെ ഇനിയും പോയി അകത്തെ സൗണ്ട് വർക്കും JBL ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ലിപ്പൊക്കെ വെക്കണം. കൂളിംഗ് ഒക്കെ അടിച്ചപ്പോൾ നല്ല അടിപൊളി ലുക്കായി സാധനം. ഓക്കെ കിടിലൻ ലുക്കായിട്ടുണ്ട് വണ്ടി. അപ്പം നമ്മളിപ്പം JBL ഒക്കെ കയറ്റാനായിട്ട് പോകുന്നത് നമ്മുടെ പഴയ വർക്ക്ഷോപ്പിലേക്കാണ്. ഇതാണ് നമ്മൾ സംസാരിച്ചിരുന്ന നേരെ അങ്ങ് പോയി. ഓക്കെ ഇതാണ് നമ്മുടെ പഴയ വർക്ക്ഷോപ്പ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്കറിയാം, പണ്ട് നമ്മളിത് മേടിച്ചതാണ്, എന്നിട്ട് നമ്മളത് കൊടുത്തു. ഓക്കെ ബാക്കിലോട്ട് എടുത്തപ്പോൾ സ്കൂട്ടർ അമ്മച്ചയെ ഇടിച്ചിട്ടേനെ. നമ്മുടെ ബാക്ക് കൗളിനും പണി കിട്ടും. ഓക്കെ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, ഒരു 12 മണി 1 മണി ആയിട്ടുണ്ട്. എന്തായാലും അകത്തെ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു രാത്രി ഒരു 6 മണി 7 മണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ് വർക്കും കൂടെ ഉണ്ട്, നമ്മുടെ പിക്സൽ മെയിൻ ബോർഡിൻ്റെ. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. ഓക്കെ എന്തായാലും ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോയിട്ട്
കുറച്ചുകൂടെ കഴിഞ്ഞ് വരാം. ഓക്കെ, ഇവിടെ ഒരു ജെറ്റ് ബസ് കയറ്റി നിർത്തിയിട്ടുണ്ട്, എന്തോ പണിക്കാണ്. ഓക്കെ, ഫുൾ വൈറ്റ് കിടില ലുക്കുള്ള വണ്ടിയാണ്. ഫുൾ വൈറ്റൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയേക്കുവാണ്. ഇനി ഇവനെ നമുക്കൊരു ഗ്രാഫിക്സൊക്കെ അടിക്കണം. ഓക്കെ, ഇതേ കണ്ടില്ലേ, ഫുൾ വൈറ്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് പിന്നെ വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് വർക്കൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായി. ഓക്കെ, നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് ചെക്കൻ്റെ വർക്ക് കാണാനായിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറിയേക്കാം. ഓക്കെ, നേരെയൊക്കെ ഇരുട്ടി ഗൈസ്. നമ്മൾ 7 മണിയാവുമെന്ന് പറഞ്ഞിപ്പം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ചെക്കൻ്റെ വർക്ക് ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ നെയിം ബോർഡ് അത് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നൊന്ന് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഒരു പാട്ടൊക്കെ വെച്ച് സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് അടിപൊളി വർക്കാണ് ഗൈസ്. നമ്മുടെ ക്യാബിനിലൊക്കെ വന്നേക്കുന്നത് നല്ല സീനൊരു വർക്കാണ്. ഇത് നമ്മുടെ ഫാനൊക്കെ ഉണ്ട് ചെറിയ. ഓക്കെ, എന്തായാലും കിടിലൻ വർക്കാണ് അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയും ലൈറ്റ് വർക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെയിം ബോർഡിന് വന്നേക്കുന്ന ലൈറ്റൊക്കെ. ഒരു റെഡും വൈറ്റും കളറാണ്. പിന്നെ അകം ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. ഓക്കെ, നമ്മുടെ കൂളിംഗ് ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, ഒരു പ്രത്യേക ലുക്കാണ് വണ്ടി കാണാൻ. നമ്മൾ കൂളിംഗ് ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളി ഒരു ലുക്കിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൗണ്ട് വർക്ക് കാണിച്ചു തരാം. ഒരു പാട്ടങ്ങ് ഇട്ടേക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പാട്ടിടാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നിർത്തും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ ഗൈസ്.